നല്ല അനുഭവമായിരുന്നു. കാരണം ഒരുപാട് ആശങ്കകളും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇത് സംഘടിപ്പിക്കുന്ന KSFDCക്കായാലും ചലച്ചിത്ര അക്കാദമി മെമ്പറാണ് ഞാൻ. അപ്പോൾ സിനിമാ പ്രവർത്തകരായ ഞങ്ങൾക്കൊക്കെ ഇത് എങ്ങനെയാണ്, കാരണം ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും, വ്യത്യസ്ത സംഘടനകൾ, വ്യത്യസ്ത മേഖലകളിലുള്ളവരൊക്കെ ഇതിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. പക്ഷേ 2 ദിവസം നടന്ന പാനൽ ചർച്ചകളായാലും അതിനുശേഷം നടന്ന ഓപ്പൺ ഫോറം ആയാലും എന്താണോ ഉദ്ദേശിച്ചത്, ഒരു ജനാധിപത്യ രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അത് ഏറ്റവും നമ്മളൊരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ, സിനിമ എന്ന് പറയുമ്പോൾ ഏറ്റവും എപ്പോഴും താഴെത്തട്ടിൽ നിൽക്കുന്നവരാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും. അവരുടെ പ്രതിനിധികളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും അത് മുഴുവൻ കേൾക്കാൻ മന്ത്രിയും ഈ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും തയ്യാറായി എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട്. അതിൽ പെട്ടെന്നൊരു തീരുമാനങ്ങളിൽ എത്താൻ പറ്റില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഉപസമിതികളും ഈ സിനിമാ പ്രവർത്തകരുമായി ഇനിയും കൂടിയാലോചന നടത്തി. പക്ഷേ എങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി എനിക്ക് തോന്നി അടുത്ത കാലത്തൊന്നും സജി ചെറിയാൻ സാറിൻ്റെ ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി, ഒരു ദീർഘവീക്ഷണത്തോടുകൂടി, ഒരു വിഷനോടുകൂടി അദ്ദേഹം ഉപസംഹാരം പ്രസംഗം നടത്തിയപ്പോൾ അത് വല്ലാത്തൊരു മനസ്സിനൊരു സന്തോഷം തന്നു. കാരണം ഈ കോൺക്ലേവ് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. ഒരു ലൈംഗിക വിവേചനം ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെയുള്ള വിഷയങ്ങളിലെ ചർച്ച അതിലൊരു മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയിലേക്കാണ്. തീർച്ചയായിട്ടും. കാരണം അത് വളരെ കൃത്യമായിട്ട് അതിനെതിരെയുള്ള വളരെ കർശനമായ നടപടികൾ സർക്കാർ കൊണ്ടുവരും. കാരണം അതിനുശേഷം തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു സിനിമയിൽ. നമുക്കറിയാലോ, നമ്മളത് കാണുന്നുണ്ടല്ലോ. അത് ഈ സർക്കാർ മാത്രമാണ് മുൻകൈ എടുത്തത്. കാരണം ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്റ്റേറ്റും മുൻകൈ എടുത്തിട്ടില്ല. കോൺക്ലേവ് അത് മാത്രമല്ല, സമഗ്രമായ ഒരു സിനിമാ നയമാണ് ഇത്. അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. സ്ത്രീ സുരക്ഷ എന്നുള്ളത് ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അതിനപ്പുറം നമുക്കൊരു സമഗ്രമായ സിനിമാ നയം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഏകജാലക സംവിധാനം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രൊഡക്ഷൻ ആയാലും, സിനിമാ തിയേറ്ററിലെ ടിക്കറ്റ് ആയാലും, മറ്റ് പിന്നെ ഇതൊരു വലിയൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോഴും സിനിമാ അഭിനയമായാലും സിനിമയിലെ മറ്റ് ജോലികളായാലും ഒരു ലേബർ ആക്ടിൻ്റെ കീഴിൽ വരുന്നില്ല. കാരണം ഇതൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണല്ലോ. 12 മണിക്കൂറും 20 മണിക്കൂറും 24 മണിക്കൂറും ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഞാനിപ്പോൾ ഒരു ആക്ടറാണ്. അപ്പോൾ എനിക്കൊരിക്കലും 10 മണിക്കൂറോ 8 മണിക്കൂറോ ജോലി ചെയ്യാൻ പറ്റൂ എന്ന് ശഠിക്കാൻ പറ്റില്ല. കാരണം സംവിധായകന് ഒരുപക്ഷെ ആ സീൻ എടുക്കേണ്ടത് പാതിരാത്രിക്കായിരിക്കും, അല്ല വെളുപ്പിനായിരിക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തൊഴിൽ സുരക്ഷ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു നിയമങ്ങൾ കൊണ്ടുവരാനൊന്നും പെട്ടെന്ന് സാധിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻ്റേണൽ ബോഡികൾ ഇതിനെങ്ങനെ, പിന്നെ ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഒരു നല്ല റവന്യൂ സർക്കാരിലേക്ക് വരുന്നൊരു വലിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രി ഈ അടുത്ത കാലത്ത് വളരെയധികം എന്താ പറയുക, പൈറസി ആയാലും നമ്മുടെ OTT പ്ലാറ്റ്ഫോമുകൾ വന്നു. ആദ്യകാലത്ത് ആ കൊറോണ കഴിഞ്ഞ സമയത്ത് ഈ OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് ധാരാളം മലയാള സിനിമകൾ അവർ പർച്ചേസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം അവർക്കും പറ്റുന്നില്ല. കാരണം അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്തുണ്ടായ ഒരു ബൂമിംഗ് ഉണ്ട് OTT കാണാൻ, ഇപ്പോൾ അതില്ല. അപ്പോൾ അവർക്ക് സിനിമകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒരുപാട് സിനിമകൾ നിർമ്മിച്ചവരുണ്ട്. അപ്പോൾ അവർക്ക് അതിലും കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ തിയേറ്റർ കൾച്ചർ മാറി. കാരണം 10 ദിവസം കഴിഞ്ഞാൽ, 14 ദിവസം കഴിഞ്ഞാൽ, ഒരു മാസം കഴിഞ്ഞാൽ അത് OTTയിൽ വരും. അപ്പോൾ കാണാം. വലിയ സിനിമകൾ മാത്രം തിയേറ്ററിൽ പോയി കാണാം. പിന്നെ ജനങ്ങളെല്ലാവരും ഇപ്പോൾ റീല് കണ്ട് ജീവിക്കുന്ന ഒരു കാലത്തിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ സിനിമക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഭീഷണികൾ ഈ ഒരു രംഗത്തെ നേരിടുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, ഒരു കോൺക്ലേവ് നടത്തിയ 2 ദിവസം കൊണ്ടൊന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. പക്ഷേ ഇനി വരുന്ന തുടർന്നുള്ള ചർച്ചകൾ അത് കുറച്ചും കൂടി ക്രിയാത്മകമാകണം. അങ്ങനെ ക്രിയാത്മകമായി കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരു പരിധി വരെ നമുക്കൊരു സിനിമാ നയം കൊണ്ടുവരാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല.